ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ വിക്സ് ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ഗ്രാമ്പു ചതച്ച് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ചൂടോടെ തന്നെ വിക്സ് ഒരു അര ടീസ്പൂൺ അളവിൽ വിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചൂടുവെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രത്തിൽ സ്മെല്ല് നിൽക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ നമ്മൾ ഉപയോഗമില്ലാത്ത ഒരു ടിന്നിനകത്തോട്ട് കലക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മാത്രം മതി. നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം, അതേപോലെ പാറ്റ, ഉറുമ്പ്, എട്ടുകാലി ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണോ ഈ ശല്യം, ഡൈനിങ് ടേബിളിൽ, അതേപോലെ തന്നെ കിച്ചൻ്റെ ടൈലിൽ, അതേപോലെ ഗ്യാസ് അടുപ്പിൽ, ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കുക വെള്ളം തൊട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ശല്യം ആ പരിസരത്ത് പോലും പല്ലി പാറ്റ ഒന്നും തന്നെ വരത്തില്ല. കാരണം ഈ സ്മെല്ല് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമുക്ക് നല്ലൊരു സ്മെല്ലായിട്ട് തോന്നും, പക്ഷേ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. ആ ഭാഗത്തോട്ട് പോലും കൊതുക് പോലും വരത്തില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് ഏത് ഭാഗത്തൊക്കെയാണോ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയൊക്കെയാണല്ലോ കൂടുതൽ പല്ലി ഉറുമ്പൊക്കെ വരുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ രാത്രി ആയിരിക്കും കൂടുതൽ ശല്യം. അപ്പോൾ രാത്രി സമയത്ത് ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങൊക്കെ കുറച്ച് ദിവസം മേടിച്ച് വെക്കുമ്പോഴത്തേന് ഇതേപോലെ മുള വരും. ഇതുപോലെ മുളച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇത്രയും ഇല്ല എങ്കിൽ ഒരു വെളുത്തുള്ളി ആണെങ്കിലും മതി. നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ മുള വരുന്ന ശല്യം ഒഴിവായി കിട്ടും. ഇപ്പം വെളുത്തുള്ളിയുടെ ആ സ്മെല്ല് കാരണം അതിനകത്ത് മുള വരത്തില്ല കിഴങ്ങ്. അപ്പോൾ നമുക്കങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ സവാളയൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേനും നമ്മൾ കിറ്റോടെ തന്നെ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് കിറ്റായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ മുറത്തിലോ അതല്ല എങ്കിൽ സവാള ഇട്ട് വയ്ക്കുന്ന പരന്ന കൊട്ടയാണെങ്കിൽ അതിനകത്തോ കാറ്റ് കയറുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ അഴുകിപ്പോകത്തില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ കവറിനകത്ത് അടിഭാഗത്തിരിക്കുന്ന സവാളയെല്ലാം അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചീത്തയാകാതിരിക്കണമെങ്കിൽ ഇതുപോലെ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇതേപോലെ മല്ലിപ്പൊടിയും ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കേടുവരാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും തന്നെ കേടുവരാതെ ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അടുത്തത് അരിപ്പൊടിയിൽ ഞാൻ കറുവാപ്പട്ടയുടെ ഇല 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആണെങ്കിലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ഇട്ട് കൊടുക്കാം. പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും. ഇപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടിയിലും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ മടക്കി അലമാരിയിലൊക്കെ വെക്കുമ്പോഴത്തേനും തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ ഇതേപോലെ കറുവപ്പട്ടയുടെ ഇല ഈ തുണികളുടെ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും ആ തുണിയെടുത്ത് നമ്മൾ ഉടുക്കുമ്പോഴത്തേനാണെങ്കിലും നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിലേതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.